ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ്ങിൽ തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ജേണൽ എൻട്രി എഴുതാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ജേണൽ എൻട്രി ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്താണെന്നുള്ളതാണ്. നോക്കുക, എ ജേണൽ എൻട്രി വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ഡെബിറ്റ് എൻട്രി ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ് എൻട്രി ഓർ ബോത്ത് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രിയിൽ നമുക്കറിയാം ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച ജേണൽ എൻട്രി ഓർത്ത് നോക്കി, അതിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ജേണൽ എൻട്രി നോക്കി, എ ജേണൽ എൻട്രി വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ഡെബിറ്റ് എൻട്രി ഓർ മോർ ദാൻ വൺ ക്രെഡിറ്റ് എൻട്രി ഓർ ബോത്ത് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. അതായത് ഒരു ജേണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വരികയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് എൻട്രി വരികയോ അല്ലെങ്കിൽ ഇത് രണ്ടും, അതായത് ഡെബിറ്റും ഒന്നിൽ കൂടുതൽ വരും, അതേപോലെ ക്രെഡിറ്റും ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജേണൽ എൻട്രീനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയാം. അതായത് നമ്മൾ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ സെയിൽസിന്റെ എൻട്രി ആണെങ്കിൽ, ക്യാഷ് സെയിൽസിന്റെ എൻട്രി ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നുള്ളതാണ് നമ്മുടെ ജേണൽ എൻട്രി. അതിൽ ക്യാഷ് എന്നുള്ളത് ഡെബിറ്റ് ആണ്, സെയിൽസ് എന്നുള്ളത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ എന്താണ്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ അവിടെ ഉള്ളൂ. അത് സിമ്പിൾ ജേണൽ എൻട്രി ആണ്. ഇവിടെ നമ്മൾ പറയുന്നത്, അതായത് ഡെബിറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ എൻട്രി ഉണ്ടാവാം, ക്രെഡിറ്റിലും ഒന്നിൽ കൂടുതൽ എൻട്രി ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഡെബിറ്റിൽ മാത്രമേ ഒന്നിൽ കൂടുതൽ എൻട്രി ഉണ്ടാവൂ, ക്രെഡിറ്റിൽ ഒന്ന് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ക്രെഡിറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ജേണൽ എൻട്രി ഉണ്ടാവാം, ഡെബിറ്റിൽ ഒന്ന് മാത്രമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും രണ്ട് ജേണൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജേണൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ, അതായത് ഡെബിറ്റിൽ ഒന്നിൽ കൂടുതൽ എൻട്രി വരികയോ ക്രെഡിറ്റിൽ ഒന്നിൽ കൂടുതൽ എൻട്രി വരികയോ അല്ലെങ്കിൽ രണ്ടിലും, ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒന്നിൽ കൂടുതൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നോക്കാം, thus compound journal entry is a combination of two or more simple journal entries. ഈ സിമ്പിൾ ജേണൽ എൻട്രീസിന്റെ, അതായത് രണ്ടോ അതിൽ കൂടുതൽ സിമ്പിൾ ജേണൽ എൻട്രീസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. It may be noted that the total amount of debited must be equal to the total amount credited. ഇത് ഓർക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഒരു ജേണൽ എഴുതുമ്പോൾ നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും, അല്ലേ? ഡെബിറ്റും ക്രെഡിറ്റും തുല്യമായിരിക്കും. അതേപോലെ തന്നെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതുമ്പോൾ. ഇപ്പൊ നമുക്ക് ഡെബിറ്റിൽ രണ്ട് ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഡെബിറ്റിൽ ഇപ്പോൾ രണ്ട് ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 3000, ഇവിടെ ഒരു 1000 ആണെന്ന് വിചാരിക്കുക. ഇനി ക്രെഡിറ്റിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ ക്രെഡിറ്റിൽ എത്ര വരണം? 4000 വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയായാലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമ്മൾ സിമ്പിൾ ജേണൽ എൻട്രിയിൽ എഴുതുന്നത് പോലെ തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രിയിലും എന്തായിരിക്കണം? ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞത്. അതായത് സിമ്പിൾ, രണ്ടോ അതിൽ കൂടുതൽ സിമ്പിൾ ജേണൽ എൻട്രീസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയാം. അതിൽ ഡെബിറ്റിൽ ഒന്നിൽ കൂടുതൽ എൻട്രി വരികയോ ക്രെഡിറ്റിൽ ഒന്നിൽ കൂടുതൽ എൻട്രി വരികയോ അല്ലെങ്കിൽ രണ്ടിലും, ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒന്നിൽ കൂടുതൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയാം. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എവിടെ എഴുതിയിട്ടുണ്ട്, പെയ്ഡ് റെന്റ് ₹1000, ദെൻ രണ്ടാമത്തത് പെയ്ഡ് സാലറീസ് ₹3000. അതായത് നമുക്ക് കോമ്പൗണ്ട് ജേണൽ എൻട്രി എല്ലാ കേസിലും നമുക്ക് കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കേസ് നോക്കാം, പെയ്ഡ് റെന്റ് ₹1000, പെയ്ഡ് സാലറീസ് ₹3000. അപ്പൊ ഈ രണ്ട് ജേണൽ എൻട്രി നോക്കാം. ഇവിടെ ഇത് രണ്ടും നമ്മുടെ എക്സ്പെൻസ് ആണ്, രണ്ടും നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസ് ആണ്. റെന്റും നമ്മുടെ എക്സ്പെൻസ് ആണ്, സാലറി നമ്മുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, മറ്റൊന്നും പറയില്ല. അപ്പൊ ക്യാഷ് ആയിട്ടാണ് പോകുന്നത്. ക്യാഷ് പോകുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ആണ്. ക്യാഷ് പോകുമ്പോൾ ക്യാഷ് കുറയും, അപ്പൊ നമ്മുടെ അസറ്റ് കുറയും. അസറ്റ് കുറഞ്ഞാൽ ആ കുറയുന്ന അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ജേണൽ എൻട്രി എങ്ങനെ എഴുതുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ
നോക്കാം, ക്യാഷ്, അതായത് ക്യാഷ് ആയിട്ടാണ് നമ്മൾ എക്സ്പെൻസ് കൊടുക്കുന്നത്. ക്യാഷ് കൊടുക്കാന്ന് വെച്ചാൽ ക്യാഷ് കുറയും. ക്യാഷ് എന്ന് വെച്ചാൽ അസറ്റ് ആണ്, അപ്പൊ അസറ്റ് കുറയും. അസറ്റ് കുറയുമ്പോൾ കുറയുന്ന അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, രണ്ടിനും, റെന്റിനും ക്യാഷ് ആണ് പോകുന്നത്, സാലറി കൊടുക്കുമ്പോഴും ക്യാഷ് ആണ് പോകുന്നത്. അപ്പോൾ എന്ത് വരും? ടു ക്യാഷ് എന്ന് വരും. ഓക്കെ, ടു ക്യാഷ് എന്ന് വരും. ഇനി നോക്കുക, റെന്റും നമ്മുടെ എക്സ്പെൻസ് ആണ്, സാലറിയും നമ്മുടെ എക്സ്പെൻസ് ആണ്, അല്ലേ? അപ്പോൾ രണ്ടും നമ്മൾ കൊടുക്കുന്ന സമയം നമ്മുടെ എക്സ്പെൻസ് കൂടുകയാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഏതാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ്? റെന്റും നമ്മുടെ എക്സ്പെൻസ് ആണ്, സാലറിയും നമ്മുടെ എക്സ്പെൻസ് ആണ്. രണ്ടും ഡെബിറ്റ് ചെയ്യേണ്ട എന്താണ്? ഐറ്റം ആണ്. റെന്റും ഡെബിറ്റ് ചെയ്യണം, സാലറിയും ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് നോർമൽ രീതിയിൽ നമ്മൾ എങ്ങനെയാ എഴുതുക? ഫസ്റ്റത്തെ നമ്മൾ എങ്ങനെ എഴുതും? റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതും. രണ്ടാമത്തെ എങ്ങനെ എഴുതും? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, ഈ രണ്ട് ജേർണൽ എൻട്രീസ്, ഇത് രണ്ട് സിമ്പിൾ ജേർണൽ എൻട്രീസ് ആണ്. ഈ രണ്ട് ജേർണൽ എൻട്രീസിന് പകരമായിട്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് ടു ക്യാഷ്, അല്ലെ? രണ്ടിലും കോമൺ ആയിട്ട് ക്രെഡിറ്റിൽ ടു ക്യാഷ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്കൊരു കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതുമ്പോൾ എന്താണ്? റെന്റിന് ഡെബിറ്റ് ചെയ്യണം, സാലറിന് ഡെബിറ്റ് ചെയ്യണം, ക്യാഷിന് ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? റെന്റ് അക്കൗണ്ട് അപ് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, റെന്റ് അക്കൗണ്ട് അപ് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇനി നോക്കിയേ, എമൗണ്ട് എങ്ങനെയായിരിക്കും വരുന്നത്? റെന്റിന്റെ എമൗണ്ട് എത്രയാണ്? 1000 ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. സാലറിയുടെ എമൗണ്ട് എത്രയാണ്? 3000 ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1000 3000 ആണ് റെന്റിന്റെയും സാലറിയുടെയും വരുന്നത്. ഇനി ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയായിരിക്കും? നമ്മൾ ഇത് രണ്ടും കൂടി നമ്മൾ പറഞ്ഞു, ഡെബിറ്റ് ക്രെഡിറ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം? 4000 രൂപ. അതായത് 1000 പ്ലസ് 3000, 4000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ രണ്ട് ജേർണൽ എൻട്രി തന്നിട്ടുണ്ട്. ഒന്നിട്ട് നമുക്ക് സിമ്പിൾ ജേർണൽ എൻട്രി ആയിട്ട് രണ്ടെണ്ണമായിട്ട് എഴുതാം. ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനെ കോമ്പൗണ്ട് എൻട്രി ആക്കുക എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ളതിന് ഒരു പ്രാവശ്യം ഇവിടെ റെന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നും സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് വരുന്നത്. അപ്പൊ ടു ക്യാഷ് എന്നുള്ളത് കോമൺ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിന് ഒരു പ്രാവശ്യം ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ റെന്റ് അക്കൗണ്ട് അപ് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ റെന്റ് അക്കൗണ്ടിൽ 1000 ഡെബിറ്റ് ചെയ്യുക, സാലറി അക്കൗണ്ടിൽ 3000 ഡെബിറ്റ് ചെയ്യുക, ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 4000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. അപ്പൊ നറേഷൻ എന്ത് ചെയ്ത? റെന്റ് ആൻഡ് സാലറീസ് പെയ്ഡ്, റെന്റ് ആൻഡ് സാലറീസ് പെയ്ഡ് എന്ന് നറേഷൻ കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എഴുതുക. കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ജേർണൽ എൻട്രീനെ നമ്മൾ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന എൻട്രിയാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.